ഇപ്പോൾ നാം ഈ കാണുന്നത് പോലെ ഇൻസ്റ്റാഗ്രാം മ്യൂസിക് ഓപ്ഷനിൽ നിന്നുമുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ എഡിറ്റിംഗിന്റെ ബാക്ക്ഗ്രൗണ്ടിലായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനായി ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. യുവർ സ്റ്റോറി ഇവിടെ ക്ലിക്ക് ചെയ്യുക. മ്യൂസിക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാറുള്ള സ്ക്രീൻ റെക്കോർഡർ ഓപ്പൺ ചെയ്ത് റെക്കോർഡിംഗ് തുടങ്ങുക. ഈ സ്ക്രീൻ പതിയെ സ്ക്രോൾ ചെയ്യിക്കുക. നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയ്ക്ക് വേണ്ട ഡ്യൂറേഷൻ എത്തുമ്പോഴേയും സ്ക്രോളിംഗ് തുടരുക. ഇവിടെ ഏകദേശം 30 സെക്കൻഡോളം സ്ക്രീൻ സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. സ്ക്രോളിംഗ് നിർത്താവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു സോങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴെയായി നാം സെലക്ട് ചെയ്ത സോങ്ങിന്റെ സ്റ്റാറ്റസ് ഹൈലൈറ്റ് ചെയ്ത് കാണാവുന്നതാണ്. സ്ക്രോളിംഗ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഡ്യൂറേഷനോളം തന്നെ ഈ സ്ക്രീനും റെക്കോർഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഏകദേശം 30 സെക്കൻഡോളം റെക്കോർഡിംഗ് നടത്തിയിട്ടുണ്ട്. റെക്കോർഡിംഗ് നിർത്താവുന്നതാണ്. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്കായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം റെക്കോർഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോ ലെയർ സ്ക്രീനിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി ട്രിം ചെയ്ത് വെക്കുക. അതിനായി കർസർ ഇമേജ് ലെയറിന്റെ എൻഡിങ്ങിൽ കൊണ്ടുവന്ന് വെക്കുക. ട്രിം ഓർ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് കൊടുക്കുക. ഈ ലെയർ സെഗ്മെന്റിൽ നിന്നും സോങ് ഹൈലൈറ്റ് ചെയ്ത് തുടങ്ങുന്ന ഭാഗം മുതൽക്കുള്ള വീഡിയോ ക്ലിപ്പാണ് നമുക്ക് വേണ്ടത്. അതിനായി ഈ ലെയർ അല്പം റെഡ്യൂസ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. സോങ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഭാഗം മാത്രം ഈ രീതിയിൽ കറക്റ്റായി ക്രോപ്പ് ചെയ്തെടുക്കുക. ഈ ലെയർ സെഗ്മെന്റ് നിങ്ങൾക്ക് വേണ്ട ഭാഗത്തായി കൊണ്ടുവന്ന് സ്ക്രീനിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു വെക്കുക. ആൽഫ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട മെയിൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇമേജ് സ്ക്രീനിന്റെ മധ്യഭാഗത്തായി വരുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.